ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. വീഡിയോ കണ്ടാൽ അറിയാം. 900 കാടിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അടുത്ത ലക്ഷ്യം വുഡ് മോങ്സ് റിസോർട്ടിലേക്കാണ്. റിസോർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ടെൻറ്റ് സ്റ്റേ, അത് അരുവിയുടെ അടുത്തുള്ള ഒരു ടെൻറ്റ് സ്റ്റേ, അങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈൽഡ് എഫ്എമ്മിൻ്റെ ക്യാമ്പാണ്. ഞങ്ങൾ ഇതേപോലെ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. ലത്തൂസും കുഞ്ഞാണിയും കൂടി ഇതാക്കുന്ന നമ്മളെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കിച്ചണിലേക്ക് മാറ്റുകയാണ്. നമ്മളെ ക്യാമ്പിംഗ് പ്ലേ ഗ്രൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാം. ആദ്യം തൊട്ടടുത്ത അരുവിയിലേക്കാണ് ഷെഫീക്ക് പോയത്. അവിടെ നല്ലൊരു ഊഞ്ഞലുണ്ട്. ഊഞ്ഞലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ അരുവിയാണെങ്കിലും വെള്ളം നല്ല തണുപ്പുള്ളതാണ്. എല്ലാവരും ഒന്ന് ഫ്രഷായതിന് ശേഷം ചെറിയ കട്ടൻ ചായയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് കളിക്കാം എന്നുള്ളതാണ്. നല്ല ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നേ? ഒരു അരുവിൻ്റെ തൊട്ടടുത്ത് അടിപൊളി ഒരു കിഡിലും വൈബിൽ ഒരു ഫുട്ബോൾ പ്ലേ. അതിങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാത് ഗോപ്രോയില്. എങ്ങനെയുണ്ട് നമ്മളെ ലൊക്കേഷൻ? ബോള് പെറുക്കി നല്ല ലൊക്കേഷനാണ്. കളിക്കുമ്പോൾ ഇടയ്ക്ക് ബോള് വെള്ളത്തിൽ പോവും. ആരെങ്കിലും ഒരാൾ ഇറങ്ങി ചാടി ബോൾ എടുക്കണം. നല്ലൊരു വൈബാണ്. കാരണം അതൊരു പ്രത്യേക അനുഭവമാണല്ലോ. ബോൾ എടുക്കുക, എന്നിട്ട് എടുത്ത് കളിക്കുക, വീണ്ടും വെള്ളത്തിലേക്ക് പോവുക. നല്ല രസമുള്ള പരിപാടിയാണ്. Music licensing reimagined. തകൃതിയായ കളി നടക്കുകയാണ്, വാശിയേറിയ കളി. ഇടയ്ക്കൊക്കെ നല്ല സ്ട്രോങ് കളി നടക്കുന്നുണ്ട്. രാവിലെ മേയാൻ വിട്ടതാണ് ആശാന് പശു. വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. കാരണം അരുവികളൊക്കെ താണ്ടിയിട്ടാണ് പുല്ല് മേയാൻ വേണ്ടിയിട്ട് വരുന്നത്. രാവിലെ പോകുമ്പോൾ വെള്ളം കുറവാണെങ്കിലും വൈകുന്നേരം വരുമ്പോൾ വെള്ളം നല്ല രീതിയിലുണ്ടെങ്കിൽ നീന്തി പോകേണ്ടി വരും. കളിയൊക്കെ കഴിഞ്ഞു. ഇനി നല്ല ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിയാണ് ഐസ് ബോക്സ്. ചിക്കനും ഫിഷും ഒക്കെ അതിലാണ് കൊണ്ടുവന്നത്. അതിൽ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. ചെറിയ പ്രത്യേക ടേസ്റ്റിൽ സെറ്റപ്പിലാണ് ജുനുവിൻ്റെ ഇന്നത്തെ ഫുഡ് മേക്കിങ്. അതിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇവൻറ്റിന് വന്ന് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്യാരംസ് കളി പുരോഗമിക്കുന്നുണ്ട്. നല്ല ആംബിയൻസിൽ, കുറഞ്ഞ ലൈറ്റിൽ, അധികം വെളിച്ചമൊന്നുമില്ല. കാരണം ഇവിടെ കറണ്ടില്ല, ജനറേറ്ററിലാണ്. കുറച്ച് ലൈറ്റ്സ് മാത്രമാണ് വർക്ക് ചെയ്യുക. നല്ലൊരു കിഡിലൻ ലൊക്കേഷനാണ് കേട്ടോ. ക്യാരംസ് ബോർഡൊക്കെ പുതിയ ഇതാണ്, ഇത് വാങ്ങിച്ചതാണ്. രാത്രി നമ്മളുടെ പരിചയപ്പെടൽ സെഷനാണ്. ലത്തൂസിൻ്റെ കത്തികളാണ്. എല്ലാവരും പരിചയപ്പെട്ടു. എവിടുന്നോ വന്ന കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, വരുന്നതിന് മുമ്പ് ആരൊക്കെയോ ആയിരുന്നു. തിരിച്ചു പോകുമ്പോൾ നല്ല ഫ്രണ്ട്സായിട്ട് പോകുന്ന ഒരു മെത്തേഡാണ് നമ്മളെ ക്യാമ്പിൽ. അത് ഇവിടെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു കളിയോടുകൂടി തന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സായി. കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെടൽ സെഷനാണത്. അത് കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫയർ ക്യാമ്പ്. ഫയർ ക്യാമ്പിൽ നമ്മൾ പൊതുവേ ആരെങ്കിലുമൊക്കെ പാട്ട് പാടും, അതേപോലെ അന്താക്ഷരി കളിക്കും. ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ലത്തൂസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫയർ ക്യാമ്പ് നല്ല ഒരു മീഡിയം തണുപ്പ് എന്തായാലും അവിടെ ഉണ്ട്. ഞങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ലത്തൂസിൻ്റെ ഒരു ചെറിയൊരു പാട്ട് ഉണ്ടായിരുന്നു. ആദിവാസി പട്ടക്കാരടി ആദിവാസി പട്ടക്കാരടി വയനാടൻ പട്ടക്കാരടി ആദിവാസി പട്ടക്കാരടി. അന്തിയുറക്കം കഴിഞ്ഞ് രാവിലെയുള്ള പരിപാടികളാണിത്. ക്യാമ്പിംഗ് സൈറ്റ് കണ്ടില്ലേ, ഞങ്ങൾ ടെൻ്റൊക്കെ ഇതേപോലെ ഒരു ഓർഡറിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടെൻ്റ് കുറച്ച് മുകളിലായിരുന്നു. അത് ബേസിക്കലി നോർമൽ വരുന്ന ആളുകൾക്ക് ഉള്ളതാണ്. ഓർഡിനറി ഒരു ക്യാമ്പിന് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ പുറത്ത് വരുന്ന ആളുകൾക്ക് നമ്മൾ പുറത്ത് ടെൻ്റ് വേറെ വെച്ചതാണ്. ഒരു നല്ല രസകരമായിട്ടുള്ള ഷോ. അത്ര വെളിച്ചം കിട്ടിയില്ല ക്യാമറയിൽ. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ പുട്ടും അതേപോലെ പഴവും ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാവുന്നു. ഒരു സൈഡിൽ കളി നടക്കുന്നു, ഒരു സൈഡിൽ പിന്നെ അരുവിയിൽ ഊഞ്ഞാലാട്ടം നടക്കുന്നു. അങ്ങനെ പല പല പരിപാടികളാണ്. കിച്ചണ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ കിച്ചണിലുണ്ട്, കളിക്കുന്നവർ കളിക്കുന്നുണ്ട്. Artlist.io. ഫുഡ് റെഡി ആയിട്ടുണ്ട്. പപ്പടമുണ്ട്, പഴമുണ്ട്, പുട്ട്, നല്ല മസാല ഇട്ട പാൽ ചായ. Music license. നല്ല കിടിലനായിരുന്നു. നല്ല ഉഷാറായിട്ട് കഴിച്ചു എല്ലാവരും. ഭക്ഷണശേഷം എല്ലാവരും ഒരു ട്രക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ജുനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. Music licensing reimagined. ഇങ്ങനൊന്നും അല്ലടാ, ഇങ്ങനൊന്നും അല്ല ജാസിറേ. അതിനിടെ നല്ല നാടൻ നെല്ലിക്കമരം ഉണ്ടായിരുന്നു. ജാസിർക്ക് വലിഞ്ഞ് കയറി നെല്ലിക്ക പറിച്ചു. ഉഷാറായി, അടിപൊളി. നല്ല നെല്ലിക്ക, നാടൻ നെല്ലിക്ക. Music licensing reimagined. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ജുനുവിൻ്റെ ഒരു ഫുഡ് മേക്കിംഗ് പരിപാടിയാണ്. നമ്മളെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അരുവിയാണ്. അരുവിയിലെ വെള്ളം കൊണ്ട് തന്നെ അരുവിൻ്റെ പരിസരത്തിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് തയ്യാറാക്കുന്നത്. ജുനുവിൻ്റെ വ്ളോഗും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല വെള്ളം, തണുത്ത വെള്ളം, ശുദ്ധമായ ജലം, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ എരിവ് മെയിനായിട്ട്. പച്ചമുളക് നമ്മൾ ഇട്ടണമെങ്കിൽ കൂടി അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ എരിവ്.
Artlist.io. Music licensing reimagined. എന്നെയും ഓർത്തിടണേ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ കുഞ്ഞാറേ മാമ്പഴമാകട്ടേന്ന്. ഒരു വഴിയെ പാട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ സലാഡിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കട്ടിംഗ് ആണ്. ക്യാബേജ്, കക്കിരി, ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് സുർക്കിട്ടിട്ടൊരു സലാഡും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതാണ് പരിപാടി. Music licensing reimagined. Artlist.io. അപ്പൊ നമ്മൾ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കണത് എന്തെങ്കിലും കാട്ടിയിട്ട് ഒഴിച്ചാൽ പോരാ. അരി ആദ്യം ആവുന്നിട്ട് അതിന്റെ ഡബിള് വെള്ളം, ഒന്നിക്കൊന്ന് വെള്ളം. അഥവാ ഒരു പാത്രത്തിന്റെ ഇത്ര അരി ഉണ്ടെങ്കിൽ അത്രയും കൂടി വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ല ആ ഇനോ അല്ല എന്താ പറഞ്ഞ കുഞ്ഞാണ് ഭയങ്കര കളിക്കാരനാണെന്നോ? ഇത് എത്ര സാധനം വെള്ളം വെച്ചിട്ട് കറികരം നമ്മളെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സംസൂന്റെ സലാഡ് വർക്ക് സാധനമൊക്കെ ഫുള്ള് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുരുമുളക് ഇട്ട് നാരങ്ങ പിഴിഞ്ഞത് സംസു അന്നി അട്ട പഠിച്ചിട്ടുണ്ട്. അതെ എന്നോട് ഭയങ്കര അതൊക്കെ ആത്മഹത്യപരാണ്. ആരോടെ മലക്കണു. ഭക്ഷണമൊക്കെ ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ ക്രിക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇന്നലെ ഫുട്ബോൾ കളിച്ച അതേ സ്പോട്ടിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് നല്ല സമയം ഇവിടുന്ന് വന്ന കുറേ ആളുകൾ അവരൊക്കെ തിക്ക് ഫ്രണ്ട്സായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോയ്ക്ക് കാര്യം കാണും. ഫോട്ടോ ആദ്യം ഫോട്ടോ പിന്നെ ഇതാക്കാം. ക്രിക്കറ്റിന് ശേഷം അരുവിയിലെ നല്ല സ്പോട്ട് കുളിക്കാനായിട്ട് നല്ല സ്പോട്ട് കണ്ടെത്തിയിട്ട് അവിടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ലൊക്കേഷനാണ്. കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആടി കുളിക്കാനും നീന്തി കുളിക്കാനും ഇനി നീന്ത അറിയാത്തവർക്ക് കുളിക്കാനും എല്ലാം പറ്റിയൊരു സ്പോട്ടിലാണ് നമ്മൾ കുളിക്കുന്നത്.
മലൂത്ത് സെറ്റ് ആയിക്കണ്. അപ്പൊ ടീംസൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിക്കണ്. അപ്പൊ നമുക്കിത് പൊട്ടിച്ചോക്കെ എല്ലാവരും കല്ലൊക്കെ വെച്ച് പോയത് കേട്ടോ. അടിപൊളി. അപ്പൊ ബിസ്മില്ലാ നമ്മള് തുറക്കാണ്. നല്ലൊരു പ്രത്യേകതരം മണം. മണമുണ്ടോ? ചെറിയൊരു നനവുണ്ടാവും കേട്ടോ. മലൂത്ത് അങ്ങനെയാണ്. ഡ്രൈ ആയി കഴിഞ്ഞാൽ കപ്സ ആവും. മലൂത്ത് ചെറിയൊരു അത്രയാണ് മലൂത്തും ഡ്രൈയും തമ്മിലുള്ള വ്യത്യാസം. ഇത് അപ്പൊ അപ്പൊ അവിടെ പ്ലേറ്റ് ആട്ടെ വെള്ള പ്ലേറ്റ് ആദ്യം വന്നിട്ട് അയക്കണം. പോട്ടെ എന്താ കുഞ്ഞിന്റെ അവസ്ഥ? ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തു, സെറ്റാക്കി വെച്ചു. നമ്മളെ ഇവൻ്റ് അവസാനിക്കാൻ പോവാണ്. അതിനു മുമ്പ് പിന്നെ അവലോകനാണ്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇവൻറ്റിനെ കുറിച്ച്. ആ ഒരു പണ്ടാലിൻ്റെ കൂടെ നമ്മൾ ഫുൾ ടൈം ഉണ്ടാവണം. ബാക്കിയുള്ളവർ നമ്മൾ ഓലെ കൊണ്ടുപോവുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ഓലെ അങ്ങനെ കറങ്ങിപ്പോവും. നമ്മൾ ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് അപ്പം നമ്മളെ യാത്രകൾ വെറുതെ ആയി പോവുകയാണ്. അപ്പോൾ നമ്മളെ ഈ യാത്രയിൽ അങ്ങനെ ഒരു ഫീലിംഗ് തന്നെ ഉണ്ടായിട്ടില്ല. രാവിലത്തെ കുട്ടിയിടലും എല്ലാം ഒരു സന്തോഷത്തിലായിരുന്നു. വേറെ പ്രത്യേകിച്ച് കുറവുകൾ പരിമിതികളൊന്നും പറയാൻ കാഴ്ചയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അടുത്ത ട്രിപ്പിൽ എന്തായാലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്ത പുള്ളിക്കാരനായാലും ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഞാൻ ഇപ്പോൾ കാര്യമായിട്ട് പണികൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ഒരു റിസോർട്ടിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് പരിചയമുള്ള ഒരാൾക്കറിയാം ഒരു ഗസ്റ്റ് പോയാലും വന്നാലും അവിടെ നിൽക്കുന്ന ആൾക്ക് എത്ര റിസ്ക് ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു 80% റിസ്ക് ഇല്ല. ഒരു 20% പൊതുവേ ഉണ്ടാവും, ഒരു 80% ഇല്ല. അപ്പോൾ ഇവിടെ കൂടി എല്ലാവർക്കും ഒരു നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേമാതിരി നിങ്ങളെ ഈ ഒരു കൂട്ടായ്മ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമ്മളൊരു ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പേര് കണ്ണൻ എന്നാണ്. ഞാൻ ഓൾ വയനാട് ടൂറിസം ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ വുഡ് മോങ്സ് എന്ന് പറഞ്ഞത് ഓൾ കേരള ടൂറിസം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം ഇതിലുള്ള ആലിഫിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയനാട്ടിൽ എവിടെ വേണമെങ്കിലും സ്റ്റേയോ കാര്യങ്ങളോ എല്ലാം റെഡിയാക്കി തരും. അപ്പോൾ എല്ലാ റിസോർട്ടായിട്ടും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൂടുതലൊന്നുമില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ ഇവൻ്റ് അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മൾ പിന്നെ തിരിച്ചു വരികയാണ്. വരുന്ന വഴി കുറച്ച് ഓഫ് റോഡാണ്. ജീപ്പ് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ബൈക്കിന് വന്നവരുണ്ട്. ബൈക്ക് വന്നവർ ഈ ചളിയിലൊക്കെ സ്ലിപ്പായിട്ട് വീണവരുണ്ട്. വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടവരുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. തിരിച്ചു വരുമ്പോൾ ഹർഷദിൻ്റെ ബൈക്കൊന്ന് കേടായി. അപ്പോൾ അത് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവസാനം ന്യൂട്രലിട്ടിട്ട് വയനാട് ചുരം ഇറക്കി ജുനു ഡ്രൈവ് ചെയ്തു. എന്നിട്ട് താമരശ്ശേരി ഈങ്ങാപ്പുഴ അടുത്ത് പിന്നെ ബൈക്ക് സൈഡാക്കി പിറ്റേന്ന് വന്നിട്ട് ബൈക്ക് റിപ്പയർ ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവരും കണ്ട അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക.